ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ ചൊല്ലി വിവാദം. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. പാപ്പാഞ്ഞിയെ മാറ്റാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അനുമതി വാങ്ങിയിരുന്നതായി സംഘാടകർ പറയുന്നു. ഒരു നോട്ടീസ് നമ്മളോട് തന്നിട്ടുണ്ട്. ഇത് അടിയന്തരമായി ഇന്ന് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. നമുക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഞങ്ങൾ വാദിയും പ്രതികളുമല്ല, എന്നാൽ പോലും ഞങ്ങൾക്കൊരു നോട്ടീസ് തരുമ്പോൾ ഞങ്ങളെ കേൾക്കാൻ സബ് കളക്ടർ തയ്യാറായതിനു ശേഷം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ ഏകപക്ഷീയമായി ഇത് കൊണ്ടുവന്ന് തന്നാൽ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇതൊരു, ഞാൻ പറയുന്നത് ഒരു ലെഫ്റ്റ് ഗവൺമെൻറ് അല്ല, ഒരു പുരോഗമന ഗവൺമെൻറ് എല്ലാം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ നടക്കൂ? അങ്ങനെ ഒരു സബ് കളക്ടർക്ക് അത് ചെയ്യാൻ കഴിയുമോ? എത്ര ടൂറിസം മേഖലക്കകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോർട്ട് കൊച്ചി സംഭാവന ചെയ്യുന്നു ഗവൺമെൻറ്റിന്. കേരളത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ നമുക്ക് ഫോർട്ട് കൊച്ചിക്കകത്തു നിന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഫോർട്ട് കൊച്ചിയെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് തന്നപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയി തരുമ്പോൾ നമ്മളൊന്ന് ഷെയ്ക്കാവുമല്ലോ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഞങ്ങളൊന്ന് കേൾക്കാൻ സബ് കളക്ടർ തയ്യാറാവണം. ഇന്ന് ചർച്ച പറഞ്ഞിട്ടില്ല, നമ്മളോട് നേരിട്ട് ചർച്ച പറഞ്ഞിട്ടില്ലെങ്കിലും വയാ മീഡിയേഷൻ പറയുന്നത് ചർച്ചയുണ്ടെന്നാണ്. വരട്ടെ, ചർച്ചയ്ക്ക് ശേഷം നമ്മുടെ നിലപാടുകൾ പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, സബ് കളക്ടറുടെ നിർദ്ദേശം പാടെ തള്ളുകയാണ് സംഘാടകർ. ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാറ്റില്ല എന്ന് അവർ നിലപാടെടുത്തിരിക്കുന്നു. എല്ലാ അനുമതിയും തേടിയിരുന്നു എന്നതാണ് അവരുടെ വിശദീകരണം. എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഒരു തിരുത്ത് സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? രേണുക, ഫോർട്ട് കൊച്ചിയിൽ നമുക്കറിയാം ഇക്കുറി വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഒരുപാട് പേർ അവിടെ വരികയും പലർക്കും തന്നെ ബോധക്ഷയം ഉൾപ്പെടെ വരുന്ന സാഹചര്യങ്ങളുണ്ടായി. തലനാരിഴയ്ക്ക് വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തവണ വലിയ നിയന്ത്രണങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ആ നിയന്ത്രണങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സബ് കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട, കൊച്ചി പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരിടത്ത് മാത്രമേ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്നത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലായിരിക്കും. കാരണം ഇതൊരു വലിയ രൂപമാണ്, വലിയ രീതിയിലുള്ളൊരു പപ്പാഞ്ഞിയെ നിർമ്മിച്ചുകൊണ്ടാണ് ഇതിന് തീയിടുന്നത്. അതിനകത്ത് പെട്ടെന്ന് കത്താൻ കഴിയുന്ന രീതിയിൽ പടക്കങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പടക്കങ്ങൾ നിറക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. ആളുകൾ ഒരുപാട് തടിച്ചു കൂടുന്നിടത്ത് വലിയ രീതിയിൽ പുകയുണ്ടാകും, വലിയ രീതിയിൽ തീയുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും അത്യാഹിത സംവിധാനങ്ങൾ ഉണ്ടാകാൻ അതൊക്കെ എടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ട് ഇത് പരേഡ് ഗ്രൗണ്ടിലായി സാധാരണഗതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫോർട്ട് കൊച്ചി വെളി മൈതാനം എന്നാണ് പറയുന്നത്. വെളി ഗ്രൗണ്ടിൽ ഈ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു പപ്പാഞ്ഞിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ അവിടെ നേരത്തെ ഉണ്ടാകുന്നത് വളരെ ചെറിയ രീതിയിലാണ്, പക്ഷേ ഇക്കുറി വലിയ രീതിയിലൊരു പപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ അത് കത്തിക്കുമ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് അവിടെ കത്തിക്കുന്നതിന് അതിന് അനുമതിയില്ല. നാളെ അത് മാറ്റണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സബ് കളക്ടറുടെ ഉത്തരവ് അതാണ്. പക്ഷേ ഇതിനെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതൊരു വിലക്ക് എന്ന രീതിയിലാണ് സംഘാടകർ കാണുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ചത് ബെന്നി ഫെർണാണ്ടസ് എന്ന് പറയുന്ന സ്ഥലം കൗൺസിലർ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത് ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടുന്ന ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെയും കാണേണ്ടത്. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് കൗൺസിലർ അടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. പക്ഷേ ഈ ഒരു തീരുമാനം നടപ്പാക്കുമെന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട ചർച്ചകൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഈ പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഉറപ്പു നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരുപക്ഷെ അതിന് ഒരു അനുമതി നൽകാനുള്ളൊരു സാധ്യതയും വളരെ സജീവമാണ്. കാരണം പലയിടങ്ങളിലായിട്ട് ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് വലിയൊരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ടാണ്. അങ്ങനെ വികേന്ദ്രീകരണമായി പലയിടത്തും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചാൽ അതിൻ്റെ ഒരു തിരക്ക് കുറയും, ആധിക്യം കുറയുമെന്നൊരു നിർദ്ദേശം നേരത്തെയും ഉയർന്നിരുന്നു. അതിൻ്റെ കൂടി സാഹചര്യത്തിൽ തന്നെയാണ് ഈ വെളി ഗ്രൗണ്ട് പോലുള്ളിടങ്ങളിൽ ഇതുപോലുള്ള വലിയ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. നഗരത്തിൽ പലയിടങ്ങളിലും ഈ രീതിയിലേക്ക് പപ്പാഞ്ഞിയെ അടക്കം ഉയർത്തിയിട്ടുണ്ട്. പലയിടത്തും ഇത് അഗ്നിക്കിരയാക്കുക തന്നെയാണ് സ്വാഭാവികം.
ായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതും കൂടി ഈ തിരക്കുകൾ കൂടി അതും കണക്കിലെടുക്കേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച ഇന്ന് ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രേണുക.